കൃഷ്ണേന ശിഖിപിഞ്ച സംയുതഗജോ ബാലാകൃതികർണയോ തന്മുദ്രാമകരോജ്വലോലകുടകം ചക്രം വഹൻ ദക്ഷിണേ ദോർവാണം സതതം ഗടൈർവിനിദൈലംബാഗ്രമർദോരുഗം ബിഭ്രദ്ദീപ്തവിഭൂഷണം മുരളിതോ രക്ഷേ സ്ഥിതോ ഗൗരജ. ഓം വേണുവാദനകരാഭ്യായ നമഃ. ഓം വനമാലാദി സർവാഭരണ വിഭൂഷിതേഭ്യോ നമഃ. ഓം ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. എല്ലാ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം. വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതമാണ് ഹൈന്ദവ ധർമ്മം. ആ ഹൈന്ദവ ധർമാചരണമാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹം ആചരിക്കേണ്ടത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുറുക്കി പിടിച്ചുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. ആ ജീവിതത്തിലേക്കാണ് പൂർണ്ണത. പൂർണ്ണതയാണ് ജീവിത ലക്ഷ്യം. അതിന് മനോവികാസമാണ് ഹൈന്ദവ സംസ്കൃതി. ഹൈന്ദവ സംസ്കൃതി എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയാണ് മനോവികാസമാണ് ഹൈന്ദവ സംസ്കൃതി. അതിന് ഋഷീശ്വരന്മാർ കണ്ട വഴിയാണ് പൂർവപക്ഷം. പൂർവപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുക, മറുപടി പറയുക. ഗുരുവിനോട് ചോദ്യം ചോദിക്കുക, മറുപടി പറയുക. അതാണ് ഉപനിഷത്തുക്കൾ മുഴുവൻ. എങ്ങനെയാണ് ഭഗവത്ഗീത ശിഷ്യസ്ഥേകം ശാധിമാം ത്വാം പ്രപന്നം, എന്നെ ശിഷ്യനായി സ്വീകരിക്കണമേ ഭഗവാൻ എന്ന് അർജുനൻ പറയുന്നത്. അർജുനൻ്റെ ചോദ്യവും ഭഗവാന്റെ മറുപടിയും. ഭാഗവതവും അങ്ങനെയാണ്. പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മഋഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവയ്ക്കുള്ള മറുപടികൾ. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം. അല്ലാതെ ഈ പൊട്ട അന്ധവിശ്വാസവും അനാചാരവും ജ്യോതിഷവുമായി നമ്മളിങ്ങനെ കുരുങ്ങി നശിക്കരുത്. അമ്പലത്തിൽ പോയി തൊഴുതിട്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് നേടി എന്ന ഒരു ധാരണയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസം. അവിടുന്ന് നമ്മൾ പുറത്ത് കടക്കണം. മനോവികാസത്തിനുള്ള ട്രെയിനിങ് സെൻറ്ററുകളാണ് ക്ഷേത്രം. അതിന് മനസ്സ് വികസിക്കാൻ നാമജപമാണ് ഏറ്റവും നല്ല സിദ്ധ ഔഷധം എന്ന് നമ്മൾ ആചരിക്കണം. എന്നാലേ നമ്മുടെ മക്കൾക്ക് ഈ ആചാരങ്ങൾ കൈമാറ്റം ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ മക്കളുടെ അറിവും കഴിവും കണ്ട് അവരുടെ വ്യക്തിയിൽ നിന്നും അവരുടെ വ്യക്തിത്വം സർഗാത്മകതയിൽ ഊന്നി വികസിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് നമ്മൾ രക്ഷിതാക്കളുടെ ധർമ്മം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അൾട്രാ മോഡേൺ സയൻസിൻ്റെയും സോഷ്യൽ മീഡിയകളുടെയും കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആത്മഹത്യയാണ് പുതിയ തലമുറയുടെ ഒരു തരം സാഡിസം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നമ്മുടെ ശാരീരികമായ വളർച്ച, അമ്മയുടെ എഗ്ഗും അച്ഛൻ്റെ യമനും
സെമനും തമ്മിലുള്ള സംയോജിച്ച് വികസിക്കാൻ തുടങ്ങുന്നത് ഒരു പരിധിവരെ പരിസമാപ്തി കുറിക്കുന്നത് 21 വയസ്സ് വരെയാണ്. അതിനുശേഷം മസിൽ പവറൊക്കെ വർദ്ധിക്കും കേട്ടോ. അതിനുശേഷം വിരലിൻ്റെ നീളമൊന്നും കൂടില്ല, അതിനുശേഷം മൂക്കിൻ്റെ നീളമൊന്നും കൂടില്ല, അതിനുശേഷം ഇത്തിരി മസിലൊക്കെ വർദ്ധിക്കുക, എല്ലിൻ്റെ ലെങ്ത്തൊന്നും പിന്നെ വർദ്ധിക്കില്ല. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ സടകുട്ടഞ്ഞെഴുന്നേറ്റ് വികസിക്കേണ്ടതാണ് വ്യക്തിത്വം. ആ വികസനത്തിന്, ആ വ്യക്തിത്വ വികാസത്തിന് ചെറുപ്പത്തിലെ ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം, അവരെ അതിന് പ്രാപ്തമാക്കാൻ ഒരു ബേസ് നമ്മൾ രക്ഷിതാക്കൾ ഇട്ട് കൊടുക്കണം. പുതിയ തലമുറയുടെ ഹോബി ഞാൻ പറഞ്ഞു, ആത്മഹത്യ, അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സ്, ഇതാണ് ഇപ്പോഴത്തെ ഇത്. പിന്നെ ലിവിങ് ടുഗദർ, മദ്യവും മയക്കുമരുന്നും, ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭീകരതയാണ് സമൂഹത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വഴി പിഴയ്ക്കുന്ന ഈ സമൂഹത്തിൽ അച്ഛനും അമ്മമാർക്കും മക്കളെക്കുറിച്ച് ഉത്കണ്ഠ. എന്താണ് ഉത്കണ്ഠ? മക്കൾക്കാണെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉത്കണ്ഠ. അപ്പോൾ അച്ഛനും ഭയം, അമ്മയ്ക്കും ഭയം, മക്കൾക്കും ഭയം. കുട്ടികളെ നമുക്കറിയാം, പഠനത്തിൽ എന്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികൾക്ക് പഠനത്തിൽ ഭയം. ഇനി ജോലി കിട്ടിയാൽ തന്നെ ഞാൻ ഉദ്ദേശിച്ച ജോലിയല്ല കിട്ടിയത്, ആ കിട്ടിയ ജോലി എനിക്ക് സക്സസ് ആക്കാൻ പറ്റുമോ, അപ്പോൾ അതിലൊരു ഭയം. ഇതിനിടെ എന്നോടൊരു പാർട്ടി പറയുക, 8 വർഷമായി അവർ പ്രേമിക്കുന്നു, പക്ഷെ വിവാഹം ചെയ്യാൻ എന്തില്ല, ഒരു ധൈര്യമില്ല, അതിന് ഒരു ഭയം. അങ്ങനെ എവിടെയും എന്തിലും ക്യാമറയുടെ കണ്ണിലാണ് ലോകമൊന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു സംശയ സാഹചര്യം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ പറഞ്ഞത്, ചിത്വൈനം സംശയം യോഗമാ തിഷ്ഠോത്തിഷ്ഠ ഭാരത. ചിത്വൈനം സംശയം, നിൻ്റെ സംശയം നീ ആദ്യം ഒഴിവാക്കടോ. ചിത്വൈനം സംശയം. പിന്നെ ഭഗവാൻ വേറെ അവസരത്തിൽ പറയുന്നത് സംശയാത്മാ വിനശ്യതി. അപ്പോൾ ഇതിനകത്ത് ഈ സംശയത്തിൻ്റെയും ഈ ഭയത്തിൻ്റെയും അന്തരീക്ഷം, ഈ സംശയം ഉണ്ടായതുകൊണ്ടാണല്ലോ എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് വെക്കുന്നത്, ക്യാമറ വെക്കുന്നത്. അപ്പോൾ ഈ ഭയത്തിനും ഈ സംശയത്തിനും നമ്മൾ ശാസ്ത്രീയമായ പരിഹാരം കാണണം. നമ്മുടെ കുട്ടികളുടെ ഭയത്തിനും സംശയത്തിനും ശാസ്ത്രീയമായ കാരണം കണ്ടുപിടിച്ച് ശാസ്ത്രീയമായി അതിൽ നിന്നും അവരെ പുറത്ത് കടക്കാൻ പ്രാപ്തമാക്കി അറിവും കഴിവുമുള്ളവരാക്കി നമ്മൾ വളർത്തിയെടുക്കണം. വേണോ വേണ്ടയോ, ഇതാണ് ചോദ്യം. നമുക്കറിയാം, പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുന്നിലുള്ള, പരീക്ഷിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മുന്നിലുള്ള ജീവിത പ്രതിസന്ധികൾ പരീക്ഷണങ്ങളായി കണ്ട് വിജയിക്കുന്നവൻ എന്നുള്ളതാണ് പരീക്ഷിത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമ്മളൊക്കെ ഓരോ രീതിയിൽ പരീക്ഷിക്കപ്പെടുകയാണ്. ഭർത്താവിനാൽ പരീക്ഷിക്കപ്പെടുന്ന ഭാര്യ, ഭാര്യയാൽ പരീക്ഷിക്കപ്പെടുന്ന ഭർത്താവ്, അച്ഛനും അമ്മമാരും പരീക്ഷിക്കപ്പെടുന്ന മക്കൾ, സമൂഹം പരസ്പരം പരീക്ഷണങ്ങൾ നടത്തുന്ന കാലഘട്ടമാണ്. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ ശരശയ്യയിൽ കിടക്കുന്ന ആരാണ്? ഭീഷ്മ പിതാമഹര്. ശരീരം ശ്രദ്ധിക്കൂ, ശരീരം ശരശയ്യയിൽ കിടക്കുന്നു, ഹൃദയത്തിനകത്ത് സാക്ഷാൽ അനന്തപത്മനാഭൻ നിറഞ്ഞിരിക്കുന്നു, മനസ്സിൽ ജീവിച്ചിരിക്കുന്ന കൃഷ്ണനെ നഗ്ന നേത്രം കൊണ്ട് പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ചിത്രം മനസ്സിൽ ചിന്തിക്കണം. അവിടെ കൃഷ്ണനോട് പറയുന്നതാണ്,
കൃഷ്ണനോട് പറയുന്നതാണ്, കൃഷ്ണ ആസീതം ജഗതീശ്വര. കൃഷ്ണൻ പേടിച്ചിട്ടാണ് ഉള്ളത്. പഞ്ചപാണ്ഡവന്മാരുടെ പിറകിൽ ഒളിച്ചു നിൽക്കുന്നത്. പക്ഷെ ഇത്രയും ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അവിടുന്ന് കൃഷ്ണ ഇങ്ങോട്ട് വരൂ പറഞ്ഞു. ആസീതം ജഗതീശ്വര എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഭീഷ്മ പിതാമഹർ ശരശയ്യയിൽ കടന്നുകൊണ്ട് കൃഷ്ണ നീ, അപ്പോൾ കൃഷ്ണൻ വേഗം ഒരു സ്റ്റൂൾ എടുത്ത് ഇരിക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ സ്റ്റൂൾ എടുത്തിട്ട് അവിടെ ഇരുന്ന് പീഠത്തിലിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഇരുന്ന കൃഷ്ണനോട് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ അമ്പ് ചെയ്തിട്ട് അമ്പ് കൊണ്ട് ശിരസ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് ആസീതം ജഗതീശ്വര എന്ന് പറയുന്നുണ്ട്. അകത്തിരിക്കൂ കൃഷ്ണ എൻ്റെ ഉള്ളിലിരുന്ന്. അവിടെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, വിജയസഖേരതിരസ്തുമേ. എന്താണ് വിജയസഖേരതിരസ്തുമേ? കാരണം പാണ്ഡവന്മാർ 5 പേരും വിജയിച്ചു. ഈ വിജയത്തിൻ്റെ പിറകിലുള്ള ശക്തിയാണ് ഭഗവാൻ. അപ്പോൾ വിജയികളുടെ സഖിയാണ് കൃഷ്ണൻ. ആരാണ്? വിജയികളുടെ സഖിയാണ്. പരാജയപ്പെടുക. അപ്പോൾ നമ്മളൊക്കെ വിജയികളാകണം. ഈ നമ്മളൊരു കാര്യത്തിൽ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛൻ നമ്മളാവും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എവിടത്തേക്ക് ഓടിപ്പോവും? പ്രശ്നക്കാരൻ്റെ അടുത്തോട്ട്. എന്താ പരാജയപ്പെടാൻ കാരണം എന്ന്. എന്നിട്ടോ ഈ പരാജയ കാരണങ്ങൾ നമ്മൾ ആർക്കും കൊണ്ട് ചാർത്തി കൊടുക്കും? നവഗ്രഹങ്ങൾക്ക് കൊണ്ട് ചാർത്തി കൊടുക്കും. ഏതായാലും ശരി, ഈ മരണത്തെ അഭിമുഖീകരിക്കുന്ന നിമിഷത്തിലും ഭീഷ്മ പിതാമഹർ നമ്മളെ പഠിപ്പിക്കുകയാണ്, വിജയസഖിയായി മാറണം ഓരോ മനുഷ്യരും. അപ്പോൾ ജീവിതം വിജയിക്കാൻ എന്ത് ചെയ്യണം? അതിന് മരണഭയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മെ ശ്രദ്ധിക്കണം. വ്യാസഭഗവാൻ പഠിപ്പിക്കുന്നത്. ആരാ പഠിപ്പിക്കുന്നത്? വ്യാസഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥതയിൽ നിന്നും നമ്മുടെ ജീവിതം, സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥമായ സർവീസിലോട്ട് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് വ്യാസഭഗവാൻ. ഏതായാലും ശരി, ഈ പരീക്ഷിത്ത് മഹാരാജാവ്, അപ്പോൾ ആ രാജാവിൻ്റെ നിലയിലോട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള ഉയർച്ച ശ്രീ ശുഖബ്രഹ്മ ഋഷി, വേദവ്യാസ ഭഗവാന്റെ പുത്രനായ ശ്രീ ശുഖബ്രഹ്മ ഋഷി പറയുന്നു. അപ്പോൾ ആ ഒരു നിലയിലോട്ട് നമ്മളെ ഉയർന്ന് ശ്രീമദ് ഭാഗവതം ഈ ഭയത്തിന് പൂർണ്ണമായിട്ടുള്ള ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. മരണഭയത്തെ പോലും ഫുൾ സ്റ്റോപ്പ് ഇടണം. അതിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ദ്വിതീയോധ്യായം 2ാമത്തെ അധ്യായം ദ്വിതീയോധ്യായത്തിൽ ഭാഗവത ശ്രദ്ധിക്കണം, ധർമ്മ നിരൂപണമുണ്ട്. ഭാഗവത ധർമ്മ നിരൂപണം, ആ അധ്യായത്തിൻ്റെ പേരതാണ്. എന്താണ് അതിൻ്റെ മലയാളത്തിൽ അർത്ഥം? അച്ഛനമ്മമാർ ആചരിക്കേണ്ട കുടുംബ ജീവിത ധർമ്മം. ഇതാണ് വ്യാസഭഗവാന്റെ ലക്ഷ്യം. എന്താണ്? അച്ഛനമ്മമാർ കുടുംബത്തിൽ ആചരിക്കേണ്ട കുടുംബ ജീവിത ധർമ്മം. ഈ അധ്യായത്തിൽ 37ാമത്തെ ശ്ലോകത്തിൽ അടിവരയിട്ട് ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്, ഇത് പഠിച്ചോളൂ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഭാഗവതത്തിൻ്റെ സർവ്വസാരവും ഇതിനകത്തുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചാൽ അഭീഹി ഇത് വേദാന്തദീണ്ടിമാഹ, 4 വേദത്തിലും പറയുന്ന നിർഭയത്വത്തിലോട്ട് നിങ്ങൾക്ക് ഉയരാം. കൊള്ളാലോ തിരുമേനി. എങ്കിൽ നമുക്ക് അതൊന്ന് നോക്കാം. 37 ഭാഗവതം ഏകാദശ സ്കന്ധം ദ്വിതീയോധ്യായം. അതിൽ ഭയം ദ്വിതീയാഭിനിവേശതസ്യ ദിശാതപേതസ്യ വിപര്യയോ സ്മൃതി തന്മായയാതോ ബുധ ആഭജേത്തം ഭക്തൈകയേശം ഗുരുദേവതാത്മാ. ഇത്രയേ ഉള്ളൂ. വ്യാസഭഗവാൻ ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. എവിടെയാണ് ഈ ഭയം,
എന്താണ് ഈ ഭയം? എന്താണ് ഈ സംശയം? സംശയത്തിൽ നിന്നും ഉയരുന്ന ജീവിത തകർച്ചയ്ക്ക് പൂർണ്ണ വിരാമമിട്ടുക ഈ നിമിഷം മുതൽ. നമുക്ക് ഇത് ഇടയ്ക്ക് തൊണ്ടയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ വിക്സ് ഒന്ന് വലിക്കണം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പേന, ഈ പേന നമ്മൾ എഴുതാൻ തുടങ്ങുന്നത് 4ാം ക്ലാസ് മുതലാണ്. 4ാം ക്ലാസ് മുതലാണ്. 4ാം ക്ലാസ് വരെ ഈ പെൻസിൽ കൊണ്ടാണ് നമ്മൾ എഴുതുക. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4ാം ക്ലാസ് വരെ ജീവിതം, ഇപ്പം ദാമ്പത്യമൊക്കെ തുടങ്ങുമ്പം അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ എഴുതുമ്പം ചില മിസ്റ്റേക്കുകളൊക്കെ വരാം. റബ്ബർ കൊണ്ട് തൂത്ത് ക്ലിയർ ചെയ്യാം. പേന കൊണ്ട് എഴുതിയാൽ പിന്നീട് അത് പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അക്ഷരത്തെറ്റ് നമുക്ക് വരരുത്. നമുക്ക് വന്നില്ല എങ്കിൽ നമ്മുടെ മക്കൾക്കും വരില്ല. നമുക്ക് ജീവിതത്തിൽ അക്ഷരത്തെറ്റ് പറ്റിയാൽ നമ്മുടെ മക്കൾക്കും പറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ റീടേക്ക് ഇല്ല. ജീവിതത്തിൽ റീടേക്ക് ഇല്ല. ഏതായാലും നമുക്ക് സബ്ജക്റ്റിനകത്തോട്ട് വരാം. സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ. എവിടെയാണ് ഈ ഭയം? വ്യക്തമായി കാണിച്ചു തരുന്നു. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലേ? ഇതിപ്പോൾ കറങ്ങുകയാണ്. ഐൻസ്റ്റീൻ അടക്കമുള്ള ഏത് സയൻറ്റിസ്റ്റുകളോടും നമുക്ക് പോയി ചോദിക്കാം, ഇത് എവിടെയാണ് കറങ്ങുന്നതെന്ന്. ഇത് എവിടെയാണ് കറങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിങ്ങിനകത്താന്ന് എല്ലാവരും പറയും, പേനയ്ക്കകത്താന്നും പറയും. ഒക്കെ ശരിയാണ്, മനസ്സിലാക്കണം. ഋഷി വ്യക്തമായിട്ട് പറയുന്നു, ഒരു പ്ലാവിൻ്റെ ഉണക്ക് കമ്പിൽ ഒരു പക്ഷി എന്നിരിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണക്ക് കമ്പിയാണ്. അയ്യോ അത് പൊട്ടി വീഴും, ആ ഉണക്ക് കമ്പ് പൊട്ടി വീഴും. ഇല്ല, ആ പക്ഷി അവിടെ ചെന്നിരിക്കുന്നത് ആ പക്ഷിയുടെ ഹൃദയത്തിലുള്ള ചിറകുകളിലുള്ള സെൽഫ് കോൺഫിഡൻസിലാണ്. ചിറകുകളിലുള്ള സെൽഫ് കോൺഫിഡൻസിലാണ്. ഇതുപോലെ ഇത് കറങ്ങുന്നത് ഒരു സയൻസിനോടും ചോദിക്കേണ്ട. ഇവിടെയല്ല കിടന്ന് കറങ്ങുന്നത്. എൻ്റെ മനസ്സിൻ്റെ വിൽ പവറാണ്, എൻ്റെ മനസ്സിൻ്റെ ആത്മശക്തിയാണ്, എൻ്റെ മനസ്സിൻ്റെ ആത്മബലമാണ്. അപ്പോൾ ഇത് കറങ്ങുന്നത് എവിടെയാണ്? എൻ്റെ മനസ്സിലാണ്. ഇതുപോലെ ഋഷി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ഈ ഭയം എന്നുള്ളത് നിൻ്റെ മനസ്സിലാണ്. ഭയം എവിടെയാണ്? നിൻ്റെ മനസ്സിലാണ്. അത് റോപ്പ് ഓൺ ദി സ്നേക്ക്, രജു സർപ്പഭ്രാന്തി എന്ന് പറയും വേദങ്ങളിൽ. ഈ കയറിൽ സർപ്പത്തിനെ ആരോപിക്കുന്നു. സന്ധ്യയ്ക്ക് ഇതുവഴി നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ട് അയ്യോ പ്രാന്തെന്ന് പറഞ്ഞു, അയ്യോ പാമ്പെന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തു. എല്ലാവരും വന്ന് ഓടിച്ചാടി. എല്ലാവരും ടോർച്ചടിച്ച് നോക്കി. ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്ത്? അത് പാമ്പല്ല, അത് കയറാണെന്ന്. ടോർച്ചടിച്ച് നോക്കി മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു തരി പോലും ഭയമില്ലാതെ ആ കയറ് ചവിട്ടിയിട്ട് മുന്നോട്ട് പോയി. അമ്മൂമ്മയും കുഞ്ഞും കൂടി അമ്പലത്തിൽ ദീപാരാധനയൊക്കെ തൊഴുതിട്ട് തിരിച്ചു വരികയാണ്. ഇടവഴിയിലൂടെ വന്നിട്ട് അമ്മ പെട്ടെന്ന് കറണ്ട് അങ്ങോട്ട് പോയി. കറണ്ട് അങ്ങോട്ട് പോയപ്പോൾ അമ്മൂമ്മക്ക് പേടിയായി. മോന് പേടിയുണ്ടെങ്കിൽ എൻ്റെ കൈ മുറുക്കെ പിടിച്ചോളൂ പറഞ്ഞു. ഇല്ല അമ്മൂമ്മ, എനിക്ക് പേടിയൊന്നും ഇല്ല പറഞ്ഞു. എന്നാൽ എനിക്ക് പേടിയുണ്ട്, എന്താ വെച്ചാൽ മുന്നിലൊരു യക്ഷിയുണ്ട് പറഞ്ഞു. അപ്പോൾ അടുത്തടുത്ത് പേടിച്ച്, അമ്മൂമ്മ പേടിച്ചു, കുഞ്ഞിന് പേടിയൊന്നുമില്ല. അടുത്തടുത്തടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു പോസ്റ്റാണ്. എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ഇദ്ദേഹം പറയും ഗോസ്റ്റ് ഓൺ ദി പോസ്റ്റ്. പോസ്റ്റിലുള്ള യക്ഷി അടുത്തെത്തിയപ്പോൾ, അറിവ് കിട്ടിയപ്പോൾ, ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ, പോസ്റ്റിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇത് യക്ഷിയല്ല എന്ന് മനസ്സിലായി. ഇതുപോലെ യാഥാർത്ഥ്യവുമായി സത്യവുമായി നാം പൊരുത്തപ്പെടുമ്പോൾ ഒരു തരി പോലും ഭയമോ ദുഃഖമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. അപ്പം ഇവിടെ നിന്ന് മനസ്സിലാക്കണം, ദ്വിതീയാൽ വൈ ഭയം ഭവതി. ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ ഭയങ്കര ഭയമാണ്, ഭയങ്കര പേടിയാണ്, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ പൈസ ഇപ്പോൾ എവിടെയുണ്ട്? ബാങ്കിലുണ്ട്. ഒരു ലോണിന് അപേക്ഷയൊക്കെ കൊടുത്ത് എല്ലാം ഇതാക്കി ലോൺ സാങ്ഷനായി. ബാങ്കിലുള്ള പണം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് പിന്നെ പേടിയില്ല. എന്ത് കാര്യം എന്ത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ പണം
ബാങ്കിലുള്ളപ്പോൾ നമുക്ക് ഭയവും ബാങ്കിലുള്ള പണം നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമുക്ക് ഭയമില്ല. അപ്പോൾ ദ്വൈതം ദുഃഖവും അദ്വൈതം പരമശാന്തിയും പരമ സന്തോഷവും. അപ്പോൾ അദ്വൈതം പരമശാന്തിയും പരമസന്തോഷവും. ഇതാണ് ശങ്കരാചാര്യർ അവതരിച്ച് തന്നെ ഈ അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കാണെന്ന്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട് ഇല്ലാത്ത അവസ്ഥയും രണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ രണ്ടെന്ന് പറയുമ്പോഴാണ് എന്തിനകത്തും ഭയം. കുഞ്ഞുണ്ണി മാഷ് പറയും ഒന്നായാൽ നന്നായി. ഇപ്പം ഭാര്യയോട് എടി നീ, ചേട്ടാ താങ്കൾ, ഇപ്പം നീ ഞാൻ എന്ന് പറയുമ്പോഴാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഭയം അല്ലേ? ഇത് രണ്ടും കൂടി ഒന്നായ നമ്മൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ഭയമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ആ ക്യൂലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഭംഗിയായിട്ട് ചൊല്ലണം. നമ്മുടെ ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടബദ മിണ്ടാവതല്ല മമ. അറിയില്ലേ ഹരിനാമകീർത്തനം? ഭട്ടതിരിപ്പാടിൻ്റെ അല്ലേ? ഭട്ടതിരിപ്പാടിൻ്റെ അല്ലേ? ഹരിനാമകീർത്തനത്തിൽ ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടബദ മിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കിലിഹ നാരായണായ നമഃ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഇത് ചൊല്ലിക്കൊണ്ട് ആ ക്യൂവിൽ നിന്നുകൊണ്ട് ഹരിനാമകീർത്തനം ചൊല്ലി 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 അങ്ങോട്ട് പോയി ഗുരുവായൂരപ്പനെ തൊഴുമ്പോഴായിരിക്കും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും എന്ത്? ഭക്തനും ഭഗവാനും. ഇതാണ് അദ്വൈതം. ഭക്തനും ഭഗവാനും ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ. ആദ്യം ഒന്നായിട്ടാണ് അമ്മയും ഞാനും ഒന്നിച്ചാണ് യൂട്രസിനകത്ത്. അതിനകത്ത് എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ല. ഈശ്വരനും ഞാനും ഒന്നായിരുന്നു. ജനിച്ച് പുറത്തോട്ട് വന്ന് അംബ്ലിക്കൻ കോഡ് കട്ട് ചെയ്ത് ഞാൻ വേറെ അമ്മ വേറെ ആയപ്പോൾ അതോടുകൂടി എനിക്ക് ഭയവും വരാൻ തുടങ്ങി, കരച്ചലും തോന്നാൻ തുടങ്ങി. ഈ കരച്ചലിന് ശാശ്വതമായ അപ്പോൾ ഞാനെന്ന ഭാവമതു ഞാനെന്ന ഭാവമാണ്. ഞാനെന്ന ഭാര്യ എന്ന ഭാവം, ഞാനെന്ന ഭാവം കുട്ടികളെന്ന ഭാവം, ഞാനെന്ന ഭാവം സുഹൃത്തെന്ന ഭാവം, ഞാനെന്ന ഭാവം ഗുരുവായൂരപ്പൻ എന്ന ഭാവം. ഈ രണ്ട് ഭാവം വരുമ്പോഴാണ് ഈ ഭയം. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഭയമില്ല. എനിക്കിത് ചെറുപ്പത്തിൽ ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് ഈ അമ്പലത്തിൽ ശാന്തി. അപ്പോൾ ചെറുപ്പത്തിൽ അമ്പലത്തിൽ ശാന്തിക്ക് നടയടച്ച് പൂജയുണ്ട്. ഈ സമയത്ത് കാര്യമായിട്ട് ഞാൻ പൂജയൊന്നും ചെയ്യൂല, കാരണം എനിക്ക് പേടിയാണ്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ കഴുക്കോലുകൾ ഇതുമായിട്ട് അടക്കുകയും ചെയ്തു. ചുമരുമുണ്ട്, വിഗ്രഹമുണ്ട്. എങ്ങനെ കുട്ടികളാകുമ്പോൾ എന്തായിരിക്കും? പേടിയായിരിക്കും. ദീപാരാധനയ്ക്ക് ദീപങ്ങളൊക്കെ ഒരുക്കുമ്പോൾ മന്ത്രങ്ങളൊന്നും ചെയ്യാലോ ഒന്നും ചൊല്ലാൻ വരില്ല, പേടിയായിരിക്കും. അങ്ങനെ പേടിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ വേറൊരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ദീപാരാധന കാക്കാതൊന്നും പൂജക്കൊന്നുമില്ല. എനിക്ക് പേടിയായി. ഞാനിതൊന്നും എടുത്തു ഒരു വാതിലിന് ലോക്കൽ ഇങ്ങനെ ഒരു കമ്പി എടുത്ത് ഡോറിൻ്റെ ഇടക്ക് വെച്ചിട്ട് വാതിലടക്കും. വല്ല വിത്ത് തുറക്കാൻ കിട്ടിയില്ല. ഇതിനകത്ത് വലിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ, പുറത്തല്ലേ വലിച്ചടക്കാൻ ഉണ്ടാവില്ല, അകത്ത് കൊളുത്തും ഉണ്ടാവില്ല, തുറക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ പൂജ ചെയ്തത്. ശ്രദ്ധിക്കണം. അങ്ങനെ വളർന്ന് ഈ ഭയത്തിൽ നിന്നും നിർഭയത്തിലോട്ട് വളർന്ന് വന്നത്. അത് ശരി, ഇതിപ്പം കല്ലല്ലേ? എന്താണ്? കല്ലല്ലേ? അല്ലെങ്കിൽ പഞ്ചലോക വിഗ്രഹമല്ലേ? അത് ദൈവമല്ലല്ലോ, അത് ദൈവമല്ല. പിന്നെ
ഇതിനകത്ത് ശ്രദ്ധിക്കണം, ഈശ്വരീയത ആവാഹനം ചെയ്യുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണല്ലോ. അതെ, ആവാഹിതോഭോ സംസ്ഥാപിതോ സന്നിഹിതോ സന്നിരുദ്ധോഭോ സാന്നിധ്യം കുരു ഗുരു പ്രസീത പ്രസീത. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ഈ വിഗ്രഹത്തിനകത്തേക്ക് ദേവചൈതന്യം ആവാഹിച്ച്. ഈ ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ അമ്പലത്തിൽ പോയി തൊഴാറില്ലേ? കല്ലിനെ ഈശ്വരനായിട്ട് തൊഴാറില്ലേ? ഉണ്ട്. മഹാഭാഗ്യം, കല്ലിനെ ഈശ്വരനായി തൊഴുന്ന ആൾക്കാർക്ക് ഇനി അച്ഛനെയും ഈശ്വരനായി തൊഴാം, അമ്മയെയും ഈശ്വരനായി തൊഴാം, ഗുരുവിനെയും ഈശ്വരനായി തൊഴാം. ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെയും ഈശ്വരനായി അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല. ഹിന്ദുവിൻ്റെ മഹാഭാഗ്യമാണ്. കാരണം നിങ്ങളായാലും കല്ലിനെ തൊഴുന്ന ആൾക്കാരാണല്ലോ. അതെ, കല്ലിനെ ഈശ്വരനായിട്ട് കാണുന്ന ആൾക്കാർ ഇനി നിങ്ങൾക്ക് എന്തും കാണാം. ഇതാണ് ഈ ശ്രീലകത്ത് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിനാണ് ഞാൻ ആവാഹനം ചെയ്തത്. അപ്പോൾ ശ്രദ്ധിക്കണം, എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ആവാഹനം ചെയ്യുന്ന വിഗ്രഹം നിലനിൽക്കുന്നത് എവിടെയാണ്? ശ്രീലകത്ത്. ശ്രീലകത്ത്. ഇനി ശ്രീലകം നിലനിൽക്കുന്ന എവിടെയാണ്? നാലമ്പലത്തിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ഈ നാലമ്പലം നിലനിൽക്കുന്ന എവിടെയാണ്? ഈ ഭൂമിയിൽ. ഈ ഭൂമി എവിടെയാണ് നിലനിൽക്കുന്നത്? സ്പേസിൽ. ഓഹോ, വേദങ്ങൾ അരി ഉറപ്പിച്ച് പറയുന്നു, പരമേ വ്യോമൻ പ്രതിഷ്ഠിത. ഈ സ്പേസാണ് ഖം ബ്രഹ്മ കം ബ്രഹ്മേതി. ഈ സ്പേസാണ് ബ്രഹ്മം. എൻ്റെ ജീവിതത്തിലെ മാറ്റിമറിച്ചു ഈ വേദമന്ത്രം. ഖമ്മാണ്, സ്പേസാണ് ബ്രഹ്മം. അതിനകത്ത് അത് എൻ്റെ ഹൃദയത്തിലെ സുഖസ്വരൂപമാണ്. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു എൻ്റെ അന്വേഷണത്തിന്. അതിനുശേഷം പിന്നീട് ഈ വിഗ്രഹത്തിൽ ഞാൻ പൂജയല്ല ചെയ്യുക, ഞാൻ എന്നെയാണ് കണ്ട്, എൻ്റെ ഹൃദയമാണ്, എൻ്റെ ചൂടാണ്, എൻ്റെ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് പിന്നീട് ഞാൻ ഈ വിഗ്രഹത്തിനകത്തോട്ട് കാണുക. ഈ വിഗ്രഹത്തിന് നൈവേദ്യം കൊടുക്കുന്നത് ഞാൻ കഴിക്കുന്നത് പോലെയാണ്. ഈ വിഗ്രഹത്തിന് തേച്ച് കുളിപ്പിക്കുന്നത് ഞാൻ എന്നെ കുളിക്കുന്നത് പോലെയാണ്. ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് ഞാൻ കുളിക്കുന്നത് പോലെയാണ്. ഓരോ കർമ്മവും ഞാൻ ഈ വിഗ്രഹത്തെ ഊട്ടി ഉറക്കുന്നത് ഞാൻ എന്നിൽ നിന്നും അന്യമല്ലാത്ത ഒരു ഈശ്വരനാണ്. ഇതാണ് അദ്വൈതം, രണ്ടില്ലാത്തത്. അപ്പം ഇവിടെ കൃത്യമായിട്ട് ഭയം ദ്വിതീയാഭിനിവേശതസ്യ. ഭയം എവിടുന്നാണ്? രണ്ടായി വരുന്നതിലാണ്. ഇത് മനസ്സിലാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞ് അടി ഉറപ്പിച്ചിങ്ങനെ വീട്ടിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമ്മളെ മക്കൾക്ക് ഈ മാർച്ച് മാസമാകുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കൊയ്ത്താണ്, ഞങ്ങളുടെ ചാകരയാണ്. എന്താണ്? ചരട് ജപമുണ്ടാവും. ചരടോടുള്ള ചരട്. ഒരു കുഞ്ഞ് പറയുന്നത്, തിരുമേനി ശബരിമല മേശാന്തിയുടെ മകളെ. ഞാൻ പറഞ്ഞു, അതെ, അവിടെ 18 പടിയില്ല, ഉണ്ട്. ഇതുപോലെ ഇപ്പോൾ 18ാമത്തെ ചരടാണ് അമ്മമ്മ ഇത് അരക്ക് കെട്ടുന്നത്. കാണിച്ച മോനെ, വള്ളിനിക്കർ നീക്കി കാണിക്കുമ്പോൾ ഇതേ നിറച്ച് കെട്ടിയിരിക്കുകയാണ്. ഈ ഈ ഈ രാഖി കിട്ടുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ കയ്യിൽ കുട്ടികൾ കെട്ടുന്നതൊക്കെ 18 ചരട്. അങ്ങനെ വല്ല ചരടും കെട്ടി പരീക്ഷയിൽ പാസ്സാകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കല്ലേ ഞങ്ങൾ ആദ്യം 19 എണ്ണം കെട്ടിക്കൊടുക്കുക. തട്ടക്കുകയല്ല പഠിക്കാതെ. അപ്പോൾ ഈ സമയത്ത് കുട്ടികളുടെ വിദ്യാഗോപാല സൂക്ത മന്ത്രാർച്ചന, ചരട് ജപം, അത് ഇത് എല്ലാവരും ഒരുപോലെ പറയും. കുട്ടികൾക്ക് പരീക്ഷ ഭയം. ഈ ചരട് കിട്ടിയതിനെ കൊണ്ട് കുട്ടികളുടെ ഭയം പോവുക ഇല്ല. വിദ്യാസൂക്ത മന്ത്ര അർച്ചന ചെയ്തുകൊണ്ട് കുട്ടികളുടെ പരീക്ഷ പാസ്സാവുമോ? ഇല്ല. പഠിക്കാതെ നടക്കില്ല. അപ്പം ഈ ഭയം എവിടുന്നാണ് കുട്ടികൾക്ക് വരുന്നത് എന്നുള്ളത് ഞാൻ നല്ല ഭംഗിയായിട്ട് അനലൈസ് ചെയ്തു. അത് ഞാൻ പ്രധാനമായിട്ട് ചെയ്തത് എൻ്റെ മക്കളിൽ തന്നെയാണ്. എവിടുന്നാണെന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കി. കുട്ടികൾക്ക് എവിടുന്നാണ് ഭയം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ മാർച്ച് മാസം പരീക്ഷ കുറേ കാര്യങ്ങൾ പഠിക്കും. ഈ പഠിച്ച കാര്യങ്ങളും കൊണ്ട് അവിടെ പോകുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളാണോ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുക? അല്ല, വേറെ പല ക്വസ്റ്റ്യനുകൾ കണ്ടോ. ഈ ക്വസ്റ്റ്യൻ അല്ല, വേറെ പല ക്വസ്റ്റ്യനുകളും ചോദിക്കുമോ? അപ്പോൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, പഠിച്ച കാര്യങ്ങളല്ലാതെ രണ്ടാമതൊരു സബ്ജക്റ്റ്, രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുക? ഇതാണ് കുട്ടികളുടെ പരീക്ഷാ ഭയത്തിന് കാരണം. അങ്ങനെ ശ്രദ്ധിക്കൂ, അങ്ങനെ ഞാൻ പഠിച്ചതല്ലാതെ വേറെ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. അതിനെനിക്ക് ഉത്തരം എഴുതാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് തോൽവി ഉണ്ടാവും. ശ്രദ്ധിക്കൂ, അപ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതിൽ നിന്നും വിപരീതമായി വരുമോ? ഇതാണ് കുട്ടികളുടെ ഭയം. വിപരീതമായിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ എന്ത് വിണിയെടുക്കും? AK-47 എടുക്കും.
ബന്ധുക്കളും കൂട്ടുകാരൊക്കെ എന്താക്കും? കളിയാക്കും. മുന്നിൽ എന്തേ ഉള്ളൂ? മലയാളി ആകുമ്പം പിന്നെ ചോദിക്കണ്ട, ആത്മഹത്യ ചെയ്യുന്നേ. അപ്പോൾ ഈ ഭയം പഠിക്കുന്ന കുട്ടികൾക്ക് ഭയം ഇല്ലാതിരിക്കാൻ, അപ്പോൾ പിന്നെ ഈ ഭയവും കൊണ്ട് പോയി കഴിഞ്ഞാൽ പഠിച്ചത് മുഴുവൻ ഓർമ്മ വരും, അല്ല മറന്നു പോവും ഈ ഭയം കൊണ്ട്. അപ്പം ഈ ഉത്കണ്ഠ, ഭയം, ടെൻഷൻ, സ്ട്രെസ്സ്, സ്ട്രെയിൻ ഇതൊക്കെ കൂടി വർദ്ധിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഡിപ്രഷനായി വരും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിനാണ് ഭയം ദ്വിതീയാഭിനിവേശതസ്യ ദിശാതപേദസ്യ വിപര്യോ സ്മൃതി. എനിക്ക് വിപരീതമായി വരുമോ എൻ്റെ ജീവിതം? ഞാൻ പഠിക്കുന്ന ക്വസ്റ്റ്യനുകൾക്കല്ലാതെ വിപരീതമായ ക്വസ്റ്റ്യനുകളായിരിക്കുമോ? ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ലാതെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ടോ? ഇതാണ് ഭയത്തിന് കാരണം. ഈ വിപരീതമായാലും അനുകൂലമായാലും ഏതായാലും ഇതെല്ലാം വരുന്നത് മനസ്സിലാണ്. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട് വരുന്നത് മനസ്സിൽ നിന്നാണ്. ഈ മനോരോഗം വരുന്നത് മനസ്സിൽ നിന്നാണ്. എളുപ്പ വഴിയാണ്. കൊറോണ വരാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? വാക്സിനേഷൻ ചെയ്താൽ മതി. ഇപ്പം ക്യാൻസർ വരാതിരിക്കാൻ റഷ്യയിൽ കണ്ടുപിടിച്ചില്ലേ ഒരു മരുന്ന്, അത് ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അപ്പോൾ പ്രതിരോധ കുത്തിവെപ്പ്, വാക്സിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ രോഗം വരാതിരിക്കാൻ, രോഗത്തെ അതിജീവിക്കാനുള്ള രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചാൽ മതി. അപ്പോൾ കുട്ടികളിൽ ഈ ഭയം വരാതിരിക്കാൻ കുട്ടികൾക്ക് മനഃശക്തി വർദ്ധിപ്പിച്ചാൽ മതി, മനോബലം വർദ്ധിപ്പിച്ചാൽ മതി. മനോബലവും മനഃശക്തിയും മനക്കരുത്തും വർദ്ധിപ്പിക്കാൻ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു രക്ഷാ തകിടും കൂടുണ്ട്. ഒരു ചരടാണത്, ഒരു അർച്ചനയാണത്. അത് ഏറ്റവും നല്ലത് ഈ അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകളും പായസങ്ങളും ഇതൊക്കെ കഴിച്ച് ഒക്കെ ചെയ്തിട്ട് ഇവർക്ക് ബ്രെയിൻ സ്ട്രോമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം. സർവപ്രഹരണായുധ, എല്ലാ ദുഃഖത്തെയും എല്ലാ വിഷമങ്ങളെയും പ്രഹരിക്കാനുള്ള ആയുധമായ വിഷ്ണു സഹസ്രനാമം നമ്മൾ പഠിച്ച് ദിവസേന ചൊല്ലണം. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മാർക്ക് അവർക്ക് സ്കോർ ചെയ്തു. 4 വാൾവുള്ള 2 അറ്റാക്ക് കഴിഞ്ഞ ഹൃദയം തൊട്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാനിത് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവനാണ്. ഞാനിത് ജീവിതത്തിൽ എൻ്റെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നവളാണ്. എൻ്റെ അനന്തരവളിപ്പം അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുകയാണ് വിഷ്ണു സഹസ്രനാമം. എൻ്റെ മറ്റൊരു പെങ്ങളുടെ മകള് MVR ക്യാൻസർ സെൻറ്ററിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഓങ്കോളജി സർജറി ചെയ്തുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. എൻ്റെ മകള് MBBS എക്സാം ഹാളിൽ 12 മണിക്ക് അകത്ത് കയറി എല്ലാം റെഡിയായി 2 മണി വരെ വിഷ്ണു സഹസ്രനാമം ചൊല്ലി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ആൻസർ ചെയ്തു, നല്ല റാങ്കോടുകൂടി പഠിച്ച് പാസ്സായി, ഡോക്ടറായി. നിങ്ങളുടെ മക്കൾക്കുമാകാം വിഷ്ണു സഹസ്രനാമത്തിലൂടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷനുകളും നിർഭയവുമായ ഒരു ജീവിതത്തിന്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസ് മൈൻഡിലേക്ക് മനുഷ്യ മനസ്സിനെ ഉയർത്തുന്നതാണ് വിഷ്ണു സഹസ്രനാമം. നേരത്തെ പറഞ്ഞില്ലേ ബ്രെയിൻ സ്റ്റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയമാണ്. പാർലമെൻറ്റിൽ പ്രതിപക്ഷവും ഭരണപക്ഷികളും നമ്മൾ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയമാണ്. ഇതുപോലെ നമ്മുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരും വ്യക്തമായ ഒരു ദിശാബോധം. ഇതുപോലെയാണ് കുട്ടികൾ ഈ പഠിച്ചു കഴിഞ്ഞ് ഒരു ജീവിതത്തിലെ അച്ചീവ്മെൻറ്റ്സുകൾ നേടുമ്പോൾ വിവാഹത്തിനും എന്താണ് വിവാഹം? സ്വയംവരം ചെയ്യാൻ എന്ത് വേണം? ഊർജം വേണം, മനോബലം കിട്ടണം, മനോശക്തി കിട്ടണം. അപ്പോൾ ബ്രെയിനെ ഷാർപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കും. അപ്പോൾ അതിനുശേഷമോ പിന്നീടുള്ള ജീവിതത്തിലോ ഒരു കെയറിങ്ങും ഒരു ഷെയറിങ്ങും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇവർക്ക് ഈ സംസ്കാരത്തിലൂടെ ലഭിക്കും. ഇതിനാണ് ഇനി തുടർന്ന് പറയുന്നു, തന്മയാ യാതോ ഭുത. എന്താണ്? മായയാൽ മറക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് മായ?
തന്മായയാതോ ഭുത ആഭജേത്വം. ഈ മായ എന്താണ്? അട്രാക്റ്റീവായി സമൂഹത്തിൽ നമ്മൾ എന്ത് കാണുന്നുണ്ടോ അതൊക്കെ മായാണ്. മമമായ ദുരക്തയാൻ. ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്? ദേവീത്യഷ ഗുണമയി മമമായ, ഭഗവാന്റെ മായ തന്നെയാണ്. ഈ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ നമ്മളൊരാളുടെ ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് നേരിട്ട് ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു മായയാണ് എന്ന്. അപ്പോൾ അട്രാക്റ്റീവ് വർദ്ധിപ്പിക്കുന്നത് അതുവഴി സെൽഫ് കോൺഫിഡൻസ് വികസിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളുണ്ട്. ബ്യൂട്ടി പാർലറിൽ പോവും, ഡ്രസ്സ് പോലെ പല മോഡലിലെ ഡ്രസ്സ് വയ്ക്കും, മുഖത്തൊക്കെ പെയിൻ്റ് അടിക്കും, മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ, ചില ഫിറ്റിങ്ങുകൾ നടത്തും. ഇപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ നടത്തുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഹണി റോസ് എന്ന് പറഞ്ഞത് സിനിമ നടിയെ ബിഫോറും ആഫ്റ്ററും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ്ട്രാ ഫിറ്റിങ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ പമ്പര വിഡ്ഢിയാണ്, നിൻ്റെ പേര് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ എക്സ്ട്രാ ഫിറ്റിങ്ങും ഓർണമെൻറ്റ്സും എന്തൊക്കെയാണോ, നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോവില്ലേ, ഇതൊക്കെയാണ് നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് താൽക്കാലികമായി നാം സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ ചെയ്യുന്നത്. ഇത് ഈ സ്ഥിരമായി വ്യക്തിത്വ വികാസത്തിന്, സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ, സെൽഫ് അനലൈസ് ചെയ്യാനും ഏറ്റവും നല്ലതാണ് വിഷ്ണു സഹസ്രനാമം. അത് ആർക്കാണ്? തന്മയാ തോ ബുധ, ബുദ്ധിയുള്ളവനാണ്. ജീവിതം ബുദ്ധിയിൽ നീക്കുന്നവള്, ബുദ്ധിയുള്ളവൻ, അറിവുള്ളവൻ, അവൻ എന്ത് ചെയ്യും? ആഭജേത്തം, ഈശ്വര ഭജനത്തിലൂടെ. ശ്രദ്ധിക്കണം, കുട്ടികളെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, മത്സര പരീക്ഷ, ഡാൻസ് പഠിപ്പിക്കുന്നത് മത്സരത്തിന് വേണ്ടിയിട്ട്, പാട്ട് പഠിപ്പിക്കുന്നത് എല്ലാം പഠിപ്പിക്കുന്നത് എന്തിനാണ്? മത്സരത്തിനാണ്. നീ ചേച്ചിയേക്കാൾ 4 മാർക്ക് കൂടുതൽ മേടിക്കണം, നീ ചേട്ടനേക്കാൾ 4 ഇരട്ടി വെക്കണം, അനുജൻ്റെ വീടിനേക്കാൾ 2 ഇരട്ടി വലിയ വീട് എനിക്ക് വെക്കണം, ഈ അനുജൻ വാങ്ങിച്ച കാറിനേക്കാൾ BMW ഞാൻ മേടിക്കും, അവന് പൊട്ട ഓടിയാണ്. ഈ മത്സര ബുദ്ധിയിൽ നിന്നും പ്രസാദ ബുദ്ധിയിൽ നിന്നും ഈശ്വരീയ ബുദ്ധിയിൽ നിന്നും ഭഗവത് ബോധത്തിലേക്കും ക്ഷേത്ര ഉപാസനയിലൂടെ, ഈശ്വര ഭജനത്തിലൂടെ നമുക്കുയരാൻ സാധിക്കണം. നമ്മളെ മക്കളെ പഠിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരെ വളർത്തിയെടുക്കണം. അപ്പോഴോ ഭക്തീകയേശം ഗുരുദേവതാത്മാ. അപ്പോൾ നമ്മുടെ മക്കളുടെ ഹൃദയം ഏതിലേക്ക് ഉയരും? ഭക്തീക യേശം ഗുരു ദേവത ആത്മാ. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഇത് പഠിപ്പിച്ചത് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ്. എൻ്റെ അച്ഛൻ ശങ്കരാചാര്യയുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രീശങ്കര ഭഗവത്പാദരെ പഠിപ്പിക്കും, മോനെ ഒരിക്കലും ഈശ്വര ഭയം ഹൈന്ദവ സംസ്കൃതിയിലില്ല, ഇതൊക്കെ സെമിറ്റിക് മതങ്ങളാണ് പറഞ്ഞു പറ്റിക്കുന്നത്. ഭയമെന്ന വാക്കില്ല, ഭയത്തിൻ്റെ മുകളിൽ അഭയം നൽകുന്നതാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അപ്പം ഈശ്വരോ ഗുരുരാത്മേതി, ഈശ്വരനും ഗുരുവും ഒന്നാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. ഇതാണ് ഭാഗവതത്തിൽ ഭക്തീകയേശം ഗുരു ദേവത ആത്മാ. ഉള്ളിൽ ഹൃദയത്തിൽ ഭക്തിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭക്തി വികസിപ്പിച്ച് ഈശ്വരനും ഗുരുവും 33 കോടി ദേവീദേവന്മാരും എല്ലാം അധിവസിക്കുന്ന ശ്രീലകമാണ് എൻ്റെ ഹൃദയം. എല്ലാം ഒന്നാണെന്ന് നമുക്ക് തോന്നുമ്പോൾ വേദങ്ങൾ പഠിപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ, തദ്ദേജതി തന്നേജതി തദ്ദൂരെ തദന്തികെ തദന്തരസ്യ സർവസ്യ തദ് ദൂരസ്യ സർവസ്യ ബാഹ്യതേ. അകത്തും പുറത്തും സർവത്തിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ. ആ ഒരൊറ്റ ഈശ്വരൻ സ്വകാമായ ബഹുസ്യം പ്രചായത. ആ ഒരൊറ്റ ഈശ്വരൻ പലതായി പരിണമിച്ചു എന്ന സത്യം പറയുമ്പോഴേക്കും ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത്, ഈശ്വരവാസ്യം
മാത്രമാണെന്ന് ആ കൃഷ്ണയജുർവേദം വീണ്ടും നമ്മളെ അട്ടിവരയിട്ട് പഠിപ്പിക്കുന്നു. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവ അനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സത്തെ. ഒന്നിനോടും വെറുപ്പില്ലാതെ എല്ലാത്തിനോടും സ്നേഹിക്കണം. എങ്ങനെ? യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവ അനുപശ്യത്തെ. ഇതാണ് ഗുരുദേവത ആത്മാ എന്ന് ഭാഗവതം പറയുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, കൃഷ്ണ, ഇനി മുതൽ നിന്റെ ജീവിതം ദുഃഖവും ദുരിതവും വിഷവും ഇല്ലാതെ ജീവിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ കൃഷ്ണ. അല്ല, അർജുന പറഞ്ഞു, ഭഗവാനെ പറയൂ പറയൂ, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന. നിന്റെ ആത്മാവിന് തുല്യമാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വതമെന്ന് നീ കാണൂ അർജുന. ഇത് വേദങ്ങൾ പറയും. ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മളെ കണ്ണിൽ വിരൽ കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിരൽ മുറിച്ച് കറിയാറില്ല, കണ്ണിന് ചീത്ത പറയാറില്ല. നമ്മൾ എന്തെങ്കിലും നമ്മൾ നല്ല അടപ്രഥമനൊക്കെ കുട്ടിക്കുമ്പോൾ ആക്രാന്തം കൊണ്ട് നാവ് ചിലപ്പോൾ പല്ല് കടിച്ചു പോകും, അല്ലെങ്കിൽ കവിള് കടിച്ചു പോകും. പല്ലും നമ്മൾ പറിച്ച് കറിയാറില്ല, നാക്കിന് മുറിക്കാറില്ല. ഇതുപോലെ ആകുമ്പോൾ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന. ഇതാണ് അഭീഹി ഇത് വേദാന്ത ദിണ്ടിമാഹ, ഭയമില്ലാത്ത അവസ്ഥ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക നമ്മൾ. ഇതാണ് ഭാഗവത ധർമ്മം. ഇത് നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഇനി ഗുരുവായൂർ തൊഴുത് തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഹരിനാമകീർത്തനൊക്കെ പഠിപ്പിച്ച് വേദങ്ങളുടെ ഒരു മന്ത്രമൊക്കെ ചൊല്ലിക്കൊടുത്ത് ഒരു ഭാഗവതമൊക്കെ വാങ്ങിച്ച് അതൊക്കെ മക്കളെ പഠിപ്പിച്ച്. ഭാഗവതത്തിൽ പ്രഹ്ലാദൻ്റെ കഥയുണ്ടല്ലോ. എന്താണ് നരസിംഹാവതാരം അല്ലേ? അതൊന്നും അല്ല ചേട്ടാ. പ്രഹ്ലാദൻ പ്രഹർഷേണ ആഹ്ലാദമുള്ള കുട്ടികളായി വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. അവർക്ക് ആഹ്ലാദം വരണമെങ്കിൽ അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഒരു ഭയവും ഉണ്ടാവാൻ പാടില്ല. ഒരു ഭയമില്ലാതിരിക്കാൻ അവർക്ക് എന്ത് വേണം? മനക്കരുത്തും മനസ്സിനകത്ത് പ്രകാശവും വേണം. ഇത് നമുക്കാദ്യം വേണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ മക്കളെ മനസ്സിലാക്കിക്കണം, അവരെ വളർത്തണം. എന്തിന്? ഒരു നല്ല വ്യക്തിയിൽ നിന്നും വ്യക്തിത്വത്തിലോട്ടും അവിടെ നിന്നും ഈശ്വരീയതയിൽ വളരാനുള്ള അറിവും കഴിവും കരുത്തും മനോബലവും ഊർജവുമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ഞാനും നിങ്ങളും ഇന്നു മുതൽ ഈ ഭാഗവതം നെഞ്ചിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ജീവിതത്തിലെ മൊത്തം പവിഴങ്ങളും എല്ലാവർക്കും നേടാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഓക്കെ. അഭീഹി ക്ലിയർ ആയല്ലോ. തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. സ്വാമീ ശരണമയ്യപ്പ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.